ഹലോ ഗൈസ്, എല്ലാവർക്കും ജെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആനകളെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആനകളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ആദ്യമായിട്ടാണ് ജെറീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആനകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കോന്നിയിൽ വന്ന് ആനകളുടെ വീഡിയോസ് എടുക്കണമെന്ന്. ഈ ആഗ്രഹം ഇന്ന് സാധിച്ചു. ഞങ്ങൾ വന്ന സമയത്ത് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു. ആനകളെ കുളിപ്പിക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. ആനയ്ക്ക് വലിയ ഉരുളകളൊക്കെ ആക്കി ഇങ്ങനെ പാപ്പാമാർ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. ആനകളെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പക്ഷെ ആനകളെ അടുത്ത് പോകാൻ എല്ലാവർക്കും ഒരു പേടിയാണ്. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. കാരണം ആനകളുടെ കാലയിൽ ചങ്ങലയോ അതിനെ കെട്ടിടിയോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ലായിരുന്നു. ഫുഡ് കൊടുക്കാൻ നേരത്ത് പാപ്പമാർ അഴിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട് കൂടെ കേട്ടോ. ഫുഡ് കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് ആനകളെല്ലാം കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആന നിന്നിങ്ങനെ ഫുഡിന് വേണ്ടി ഡാൻസ് കളിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ആ ആനയുടെ പേര് കൃഷ്ണ എന്നാണ്. വയസ്സ് 11 വയസ്സാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് താണ്ട കിടക്കുന്ന കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന കുട്ടിയാന. ബഹുരസമാണ് അവനിവിടെ കാണിക്കുന്ന മേളങ്ങൾ. ബഹുരസമാണ് കാണാൻ കേട്ടോ. പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ട് നീലകണ്ഠൻ എന്ന ആന, 27 വയസ്സാണ് കേട്ടോ. അവൻ തുമ്പിക്കൈയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട്, ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് ഇങ്ങനെ ഇന്ന് ഫോട്ടോ എടുക്കുകയാണ്. അവൻ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ അതിനെ പിടിക്കാനാണോ അതോ ഇങ്ങനെ ഫുഡ് കഴിക്കാനാണോ ഒന്നും അറിയത്തില്ല. ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചാൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അബദ്ധത്തിൽ തട്ടി അതിനകത്തങ്ങ് നമുക്ക് അങ്ങോട്ട് ഇവിടെ കയറ് കെട്ടി കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ദൂരെ നിന്നേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഈ ആനയുടെ കാലിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആന ഭയങ്കര കുരുത്തക്കേടാന്ന് തോന്നുന്നു. ശരിക്കും അവിടെ കിടന്ന് ബഹളമൊക്കെയാണത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ആനയെ നോക്കിക്കൊണ്ടിരിക്കാനും അതിൻ്റെ വീഡിയോസ് എടുക്കാനും ആന കാണിക്കുന്ന കുസൃതികളൊക്കെ കാണാനും. ഇതിന് തൊട്ട താഴെയായിട്ട് വേറൊരു ആനയുണ്ട്, കണ്ടില്ലേ? അതിനെയും കെട്ടിയിട്ടേക്കുവാണ് കേട്ടോ. കാലിൽ ചങ്ങലയൊക്കെ ഉണ്ട്, കെട്ടിയിട്ടേക്കുവാണ്. ഈ ആനകളെ ഇപ്പം കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയതാണ്. എല്ലാ ആനയുടെ കൂടെയും ഓരോ പാപ്പാന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ആനയുടെ പേര് മീന എന്നാണ്. വയസ്സ് 33. ചങ്ങലയൊക്കെ ഇട്ട് കാലിലൊക്കെ കെട്ടിയിട്ടേക്കുവാണ് കേട്ടോ. ഓരോ ആനയുടെ ഫ്രണ്ടിലും ഓരോ ബോർഡിൽ അതിൻ്റെ പേര്, വയസ്സ്, അത് എത്ര നാളാണ് ഇവിടെ വന്നത്, എവിടെ നിന്നാണ് അതിനെ കൊണ്ടുവന്നത് എന്നൊക്കെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയദർശിനി, വയസ്സ് 40, കോന്നി ഡിവിഷൻ മണ്ണാപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്ന് 1992 ലഭിച്ചു. 1992 ലഭിച്ച എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ആനയുടെ പേര് ഈവ, വയസ്സ് 22, 2003 ലഭിച്ചു. അടുത്തതായി നമ്മൾ കണ്ടത് കുഞ്ഞാനയാണ് കേട്ടോ. ഇവനെ പറയുന്നത് കൊച്ചയ്യപ്പൻ എന്നാണ് ഇവനെ വിളിക്കുന്നത്. ഭയങ്കര വികൃതിയാണ്. ഈ കൂട്ടിനകത്ത് കിടന്ന് കാണിക്കുന്ന ബഹളം എന്തൊക്കെയാ കാണിച്ചു വെക്കുന്നത് അവന് തന്നെ അറിയത്തില്ല. ഇവനെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ ഞങ്ങളെല്ലാവരും.
അത്രയ്ക്ക് രസമായിരുന്നു അവൻ്റെ ഓരോ വികൃതികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും തുമ്പിക്കൈ എടുത്ത് കാണിച്ചു. നമുക്ക് അടുത്ത് പോയി അവന് തൊടാനൊന്നും പറ്റിയില്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് നിന്നത്. പിന്നെ അവിടെ കുറച്ച് മ്യൂസിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആനകളെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സ്, പിന്നെ മരത്തടികൾ കൊണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആനകളെ ഇങ്ങനെ പിക്ചറാക്കി സ്റ്റാച്ചു ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടവും. പിന്നെ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ ഒറിജിനാലിറ്റി തോന്നുന്ന എലിഫൻറ്റിന് സ്റ്റാമ്പ്, എലിഫൻ്റെ പഴയ സ്റ്റാമ്പുകൾ, എലിഫൻ്റെ പടമുള്ള നാണയങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കവിടെ കാണാൻ പറ്റും. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് നാളുകളിലൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന ആനകൾക്ക് ആനകളുടെ ഓരോ ഫോട്ടോസുകൾ, ആനയുടെ പല്ല്, ആനയ്ക്ക് എന്തെല്ലാം ഉപയോഗിക്കുന്നത്, ചങ്ങലകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനകത്ത് നമ്മൾ ഓരോന്നും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളുടെയും പേര് സഹിതം ഇവിടെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് തോട്ടികൾ, പിന്നെ ചങ്ങല, ഇടച്ചങ്ങല, അങ്ങനെ ഒരു പേരും, ആനയുടെ പല്ല്, ആനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും, അത് നമ്മൾ പോയി കണ്ടാൽ അതെല്ലാം നമുക്ക് മനസ്സിലാവും. കത്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു ആനയുടെ ഫുൾ ബോഡി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പഴയ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ബോഡിയാണ് ആനയുടെ ഇവിടെ ഇരിക്കുന്നത്. ഇത് ആനയുടെ പല്ലാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ആനയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രയ്ക്ക് അത് നല്ല ഡിസൈൻ ആക്കി നല്ല രീതിയിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 3D പോലത്തുള്ള, നമുക്ക് ഒറിജിനാലിറ്റി തോന്നും. ആനകൾ ഇറങ്ങി വരും 3D പോലത്തുള്ള സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ ആനയുടെ കണ്ണ്, അതായത് ഒരു ഫോട്ടോയാണ്, പക്ഷെ ഞാനത് സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഒറിജിനൽ കണ്ണ് പോലെ നമുക്ക് തോന്നുന്നത് കണ്ട. ആന അവിടെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. അതാണ് 3Dയുടെ ഒരു പ്രത്യേകത. നമ്മളവിടെ അങ്ങനെ പോയി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ പിന്നെ ടിക്കറ്റൊക്കെ എടുക്കണം. ഒരാൾക്ക് 50 രൂപ വെച്ച് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഇത് ആനയുടെ ഒരു അസ്ഥിയാണ് കേട്ടോ. കാരണം കണ്ടോ, ഫുള്ളുണ്ട്. ഒരു ആന എങ്ങനെയാണ് ഇത് അതേപോലെ എത്ര വർഷങ്ങളുണ്ട് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അതിനൊക്കെ നമുക്കൊരു ബിഗ് സല്യൂട്ടിന് കൊടുക്കണം ഈ ഇതിൽ മ്യൂസിയത്തിൽ. കാരണം അത്രയും പഴക്കം ചെന്ന ഓരോ സാധനങ്ങളും ഇത്രയും നല്ല ഭംഗിയോടെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബൈ.